നമുക്ക് ഇന്നത്തെ ശ്ലോകം എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ കീർത്തൻ പാടാം. കുഞ്ചവിഹാരി കുഞ്ചവിഹാരി ജനവല്ലഭ ഗിരിവരധാരി ജയ ജനവല്ലഭ ഗിരിവരധാരി യശോദനന്ദന വ്രജജനരഞ്ജന യമുന തീരാവനചാരി യശോദനന്ദന വ്രജജനരഞ്ജന യമുന തീരാവനചാരി ജയ രാഘമാധവ ജയ കുഞ്ചവിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യൻ കൃപാതമകം വന്ദേ ശ്രീ ഗുരു ദീനകാരണം ശ്രീ ചൈതന്യമീശ്വരം ശ്രീ പരമാനന്ദമാധവം. നമ്മുടെ ഇന്നത്തെ ശ്ലോകം നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 1, 2, 3 ഈ 3 ശ്ലോകങ്ങളും കഴിഞ്ഞ ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ശ്ലോകം 2.4 ആണ്, 2.4. നമുക്ക് ശ്ലോകത്തിലേക്ക് കിടക്കാം. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഗീ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹ വരിസൂദന. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഗീ ദ്രോണം ച മധുസൂദന ഇക്ഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹ വരിസൂദന. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഗീ ദ്രോണം ച മധുസൂദന ഇക്ഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹ വരിസൂദന. ഇത് വാക്കുകളുടെ അർത്ഥം നോക്കാം. അർജുന ഉവാച അർജുനൻ പറഞ്ഞു, അരിസൂദന ശത്രുഘ്നനായ, മധുസൂദന അല്ലയോ മധുസൂദന, അഹം ഞാൻ, സംഖ്യേ യുദ്ധത്തിൽ, കഥം എങ്ങനെ, പൂജാർഹവും പൂജാർഹരായ, ഭീഷ്മം ഭീഷ്മരെയും, ദ്രോണം ച ദ്രോണരെയും, ഇക്ഷുഭി ഇക്ഷുക്കളെ അതായത് ശരങ്ങളെ കൊണ്ട്, പ്രതിയോത്സാമി എതിരിടും. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുവാദിക്ക് ഇച്ഛാരി. ആദ്യം വിവർത്തനം വായിക്കാം. അർജുനൻ പറഞ്ഞു, ശത്രുനാശകനായ അല്ലയോ മധുസൂദന, പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ളവർക്കെതിരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കും? ഭാവാർത്ഥം ബഹുമാന്യരായ ഭീഷ്മ പിതാമഹനെയും ദ്രോണാചാര്യരെയും പോലുള്ള ഗുരുജനങ്ങൾ എന്നെന്നും പൂജനീയരാണ്. ഇങ്ങോട്ടെതിർത്താലും അവർക്കെതിരെ തിരിച്ചടിക്കാൻ പാടില്ല. ഗുരുജനങ്ങളോട് വാക്സമരത്തിൽ പോലും ഏർപ്പെടരുതെന്നാണ് സാമാന്യ മര്യാദ. അവർ ചിലപ്പോൾ പരുഷമായി പെരുമാറിയേക്കാം, എങ്കിലും തിരിച്ചങ്ങനെ ചെയ്തുകൂടാ.
അപ്പോൾ അർജുനൻ എങ്ങനെ അവർക്ക് നേരെ അമ്പെയ്യും? തന്റെ പിതാമഹനായ ഉഗ്രസേനനെയോ ഗുരുവായ സന്ദീപനി മുനിയെയോ എതിർക്കാൻ കൃഷ്ണൻ തുനിയുമോ? ഇവയാണ് അർജുനൻ കൃഷ്ണനോട് ഉന്നയിച്ച ചില വാദമുഖങ്ങൾ. ശ്രീ ഗുരു ദീനകാരണം ശ്രീ ഓം ജ്ഞാനഗമരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിനം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപതി ഗോപീശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേക്ഷ കൃപാ സിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇന്നത്തെ ശ്ലോകത്തിന്റെ 2.4 വിവർത്തനം നമുക്കൊരിക്കൽ കൂടി പറയാം. അർജുനൻ പറഞ്ഞു, ശത്രുനാശകനായ അല്ലയോ മധുസൂദന, പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ളവർക്കെതിരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കും? നമ്മൾ കഴിഞ്ഞ 2 ശ്ലോകങ്ങൾ, അതായത് 2, 3, അതേ ഭഗവാന്റെ വാക്കുകളാണ്. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണത്. ഭഗവാന്റെ വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് അതിലൂടെ ഓർക്കാൻ ശ്രമിക്കാം. ആ ശ്ലോകങ്ങളില് ഭഗവാൻ അർജുനന്റെ ലാമന്റേഷൻ, അതായത് സങ്കടാവസ്ഥയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അർജുനന്റെ ഹൃദയ ദൗർബല്യം കളയാന് ഭഗവാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അർജുനനെ ഒരു ആര്യനെ പോലെ പെരുമാറുന്നു എന്ന് പറയുന്നു. ആര്യൻ എന്ന് പറഞ്ഞാല് ധർമാധിഷ്ഠിതമായ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. പക്ഷേ അർജുനൻ അത്തരത്തിലല്ല പെരുമാറുന്നതെന്നാണ് ഭഗവാൻ പറയുന്നത്. അർജുനൻ സ്വർഗം പോലും പ്രാപ്തമാക്കാന് സഹായിക്കുന്നത് പോലെ അല്ല പെരുമാറുന്നതെന്നും ഭഗവാൻ പറയുന്നു. ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ ചെയ്തികൾ അകീർത്തികരമായി തീരുമെന്ന് ഭഗവാൻ അർജുനനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അർജുനെ പോലെയുള്ള ഒരാൾക്ക് എങ്ങനെ ഹൃദയത്തില് ഇത്രയും മാലിന്യം വന്നു എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഈ ശ്ലോകത്തിലെ 2, 3 ഭഗവാൻ വളരെ സ്ട്രോങ് ആയ ഒരു വാക്ക് ഉപയോഗിച്ച് അർജുനെ എതിരായിട്ട് ഉപയോഗിക്കുന്നു. എന്താണത്? ക്ലൈബ്യം, അതായത് നപുംസകം എന്നുള്ള ഭാഗം, ഇമ്പോർട്ടന്റ്. ഇങ്ങനെ ഇമ്പോർട്ടന്റായി പെരുമാറാതിരിക്കാന് അർജുനനോട് ഭഗവാൻ ആവശ്യപ്പെടുകയാണ്. ശരിക്കും ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഇൻസൾട്ട് തന്നെയാണ്. പക്ഷെ ഭഗവാൻ ഈ വാക്കുകളൊക്കെ എന്തിനാണ് അർജുനന് എതിരെ ഉപയോഗിക്കുന്നത്? അർജുനനെ കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ട് തന്റെ ലാമന്റേഷനും ഒക്കെ കളഞ്ഞിട്ട് യുദ്ധം ചെയ്യാൻ സന്നദ്ധനാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അർജുനനെ അദ്ദേഹം പാർത്ഥ എന്ന് അഭിസംബോധന ചെയ്യുന്നു. അതായത് കുന്തി ദേവിയുടെ മകനാണെന്ന് ഉള്ളത് പറയുന്നു. കുന്തി ദേവി എത്രയോ ഒരു മഹനീയമായ വനിതയാണ്. കാരണം തൻ്റെ ജീവിതത്തിലുടനീളം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ ധൈര്യത്തോടെ തരണം ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഭഗവാനെ പാണ്ഡവരുടെ കാര്യവും അർജുനനെ ഓർമ്മപ്പെടുത്തുന്നു. അതായത് പാണ്ഡവരെല്ലാം ധർമ്മിഷ്ഠരും എല്ലാ തരത്തിലും മികച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. ഭഗവാൻ അദ്ദേഹത്തിനെ അർജുനനെ അദ്ദേഹത്തിന്റെ മഹത്തായ പാരമ്പര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അർജുനന്റെ ശൂദ്രം ഹൃദയ ദൗർബല്യം, അതായത് നിസ്സാരമായ ഹൃദയവികാരങ്ങൾക്ക് അടിമപ്പെടാതെ യുദ്ധം ചെയ്യാൻ ഭഗവാൻ അർജുനനെ ശരിക്കും ഇവിടെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ശ്ലോകത്തില് അർജുനൻ തന്റെ നിലപാട് വ്യക്തമാക്കാന് ചോദ്യ രൂപേണ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ്. അതായത് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. കാരണം അതിനകത്ത് ചോദ്യം രൂപേണ ചോദിക്കുന്നു എന്നുണ്ടെങ്കിലും അതിന്റെ ഉത്തരം അതിൽ അടങ്ങിയിട്ടുണ്ട്.
പക്ഷേ ആ ക്വസ്റ്റ്യന് അതിനകത്ത് ആ പോയിന്റിനെ, ആ സ്റ്റേറ്റ്മെന്റിലെ പോയിന്റിനെ കൂടുതൽ ഒരു എംഫസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഭഗവാന്റെ ശ്ലോകത്തിലും ഉണ്ട്, കഴിഞ്ഞ ശ്ലോകത്തിലും ഉണ്ട്. കുതസ്ഥം, എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഈ ശ്ലോകത്തിൽ കഥം, എങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ അതിന് ആൻസർ ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉണ്ട്. അവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റിന് ഒരു ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ രൂപേണ ചോദിക്കുന്നു എന്നേ ഉള്ളൂ. കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന, ഞാൻ എങ്ങനെയാണ് ദ്രോണരോടും ഭീഷ്മരോടും യുദ്ധം ചെയ്യും അല്ലയോ മധുസൂദന എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. വിഷുഭി പ്രത്യോത്സാമി പൂജാർത്ഥോ അരിസൂദന, ഞാൻ എങ്ങനെ ബാണങ്ങൾ അയച്ചവരെ മുറിപ്പെടുത്തും, അതും താൻ പൂവിട്ട് ആരാധിക്കേണ്ടവരെ എന്നാണ് അർജുനൻ ഇവിടെ വിലപിക്കുന്നത്. അർജുനനെ ഭഗവാന്റെ വാക്കുകളെ തിരസ്കരിക്കുന്നത് തന്റെ വീക്ക്നെസ് കൊണ്ടല്ല, അതെ മറിച്ച് ഇത്തരം ഒരു ദൗർഭാഗ്യകരമായ ഒരു സിറ്റുവേഷനില് താൻ ചെയ്യുന്ന പ്രവൃത്തികളെ പറ്റി ഒരു പുനർചിന്തനമാണ് അർജുനൻ അവിടെ നടത്തുന്നത്. ഈ ശ്ലോകത്തിലെ അർജുനൻ ഭഗവാനെ 2 വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? മധുസൂദനൻ, അതായത് കില്ലർ ഓഫ് ഡെമൺ മധു, പിന്നെ അരിസൂദനൻ, കില്ലർ ഓഫ് എനിമീസ്. മധുസൂദന കൈതവൻ 2 അസുരന്മാര് ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങൾ മോഷ്ടിച്ചു. ഭഗവാൻ വിഷ്ണു 2 പേരെയും വധിച്ചിട്ട് അതുകൊണ്ടാണ് മധുസൂദന എന്നുള്ള പേര് കിട്ടിയത്. അരിസൂദന എന്ന് വെച്ചാൽ കില്ലർ ഓഫ് എനിമീസ്, ശത്രുക്കളെ കൊല്ലുന്ന ആളെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഭൗതിക ലോകത്തിലാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ NBS-ഉം ജലസും ഒക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷെ ഭഗവാന് ശത്രുക്കളോ എന്ന് നമുക്ക് തോന്നും. ഭഗവാൻ ശരിക്കും ഭഗവാൻ ആരാണ്? ഭഗവാൻ തന്നെ പറയുന്നു, ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം. ഈ ഭഗവത്ഗീതയിലെ തന്നെ 5:29 പറയുന്നുണ്ട്. അതായത് ഐ ആം ദി പ്രൊപ്പറേറ്റർ, അത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതുപോലെ ഈശോപനിഷത്തിലെ ഈശാവാസം ഇതം സർവം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിലെ എവരിതിങ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് സുപ്രീം ലോർഡ്, എല്ലാം ഭഗവാന്റെ പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നു. അതുപോലെ ഭഗവാൻ എപ്പോഴും പറയും ഐ ആം ദി സുപ്രീം എൻജോയർ എന്നും പറയുന്നു. ഭഗവാന് ഇതെല്ലാം പറയുമ്പോൾ ഭഗവാന്റെ ഈ എല്ലാം തികഞ്ഞ ഒപ്പുലൻസസ് ഒക്കെ കാണുമ്പോൾ അസൂയാലുക്കളായവർക്കാണ് ഭഗവാനോട് ശത്രുത തോന്നുന്നത്. ഇവിടെ അർജുനൻ ഇൻഡയറക്ട്ലി ഭഗവാനോട് എന്താണ് പറയുന്നത്? അങ്ങയുടെ ശത്രുക്കളെ നിഗ്രഹിക്കുന്നു, എന്നാൽ അങ്ങ് സ്വന്തം മുത്തച്ഛനായ ഉഗ്രസേനനെയോ ഗുരുവായ സന്ദീപിനി മുനിയെയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്റെ ഗുരുസ്ഥാനത്തുള്ളവരെ കൊല്ലാൻ ഉപദേശിക്കുന്നതെന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. ശരിക്കും ഓൺലൈനില് 7 മണിക്ക് മാതാജി ഉണ്ട്. നാളെ എന്തിനാണ് ഇവിടെ ശരിക്കും സന്ദീപിനി മുനിയോ ഭഗവാൻ ആരെയും കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല, പിന്നെ എന്തിനാണ് എന്റെ ഗുരുസ്ഥാനത്തുള്ളവരെ ഞാൻ കൊല്ലാൻ ഭഗവാൻ ഉപദേശിക്കുന്നതെന്നാണ് അർജുനന് ഇവിടെ ചോദിക്കുന്നത്. നമുക്കറിയാം ഭഗവാന് അർജുനനോട് ഇങ്ങനെയൊക്കെ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവര്, പാണ്ഡവരുടെ എതിരായിട്ട് നിൽക്കുന്നവര്, അതായത് ദ്രോണരും ഭീഷ്മ പിതാമഹനും ഒക്കെ വളരെ വളരെ അർജുനനോടും ഒക്കെ വളരെ വാത്സല്യമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അവരുടെ കാരണം അവര് ദുര്യോധനോടുള്ള കടപ്പാട്, ദുര്യോധനന്റെ ഇതിലാണല്ലോ അവര് മെയിൻറ്റെനർ ദുര്യോധനാണല്ലോ. അതുകൊണ്ടാണ് അവർക്ക് 2 പേർക്കും അവര് നിർബന്ധിതരാകുകയാണ് ശത്രുപക്ഷത്ത് നിൽക്കാൻ. പക്ഷേ ഇത് അർജുനൻ അവരോടുള്ള അതീവമായ സ്നേഹം കൊണ്ടാണ് അർജുനൻ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ശരിക്കും നമുക്ക് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയാലേ ഭഗവാൻ തന്നെ ശ്ലോകം 2-ലും 3-ലും ഒക്കെ അർജുനനെ ശരിക്കും കുറെ വാക്കുകൾ ഉപയോഗിച്ച് അർജുനനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ശരിക്കും അർജുനനെ ഭഗവാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലായിരിക്കും. അത് കാരണം ഭഗവാന്റെ പിന്നെ അർജുനന്റെ പ്രവൃത്തികൾ മറ്റുള്ളവർ എങ്ങനെ വിലയിരുത്തും എന്ന്
അദ്ദേഹം അർജുനനെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അത് നമുക്ക് വരുന്ന ശ്ലോകങ്ങളിൽ, അതായത് 34 to 36 എന്നുള്ള ശ്ലോകങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പല വെല്ലുവിളികളും ഒക്കെ നേരിടേണ്ടി വരും. അത് പലപ്പോഴും നമ്മുടെ മനസ്സ് ആഗ്രഹിക്കാത്ത പ്രവൃത്തികൾ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകുമ്പോഴാണ് നമുക്കങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ ഇതെല്ലാം, നമുക്ക് എന്താണ് നമ്മുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാത്തിനോടും വളരെ അറ്റാച്ച്മെന്റ് ആണ്. നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നതെല്ലാം ശരിയാണെന്നുള്ള മിഥ്യാധാരണയും നമുക്കുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ സ്വന്തം ഇന്റലിജൻസ് ഉപയോഗിച്ച് വസ്തുതകളെ വിശകലനം ചെയ്യണം. നമ്മുടെ അറ്റാച്ച്മെന്റിലേക്ക് നയിക്കുന്ന ആ എനർജിയെ നമ്മൾ ചാനലൈസ് ചെയ്തിട്ട് കുറച്ചും കൂടി ഉന്നത തലത്തിൽ എത്തിക്കാനുള്ള വഴി കണ്ടെത്തണം. അതായത് ശരിക്കും അറ്റാച്ച്മെന്റ് എന്നുള്ള വികാരം എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള അറ്റാച്ച്മെന്റ് അത് സ്വാഭാവികമാണ്. നമ്മൾ ആ അവബോധത്തെ എന്താണ് ചെയ്യേണ്ടത്? കൃഷ്ണനിലോട്ട് ഡൈവേർട്ട് ചെയ്യണം. ഭഗവാനോടുള്ള ആകർഷണം, അറ്റാച്ച്മെന്റ്, അത് നമ്മൾ വളർത്തിയെടുക്കണം. നമുക്ക് ഭഗവാനെ കിട്ടുന്നതിന് ശരിക്കും അത് അനിവാര്യം തന്നെയാണ്. നമ്മുടെ ഭൗതിക അവബോധത്തെ സ്പിരിച്വൽ റിയലൈസേഷനുകളിലോട്ട് നമ്മൾ ഉയർത്തണം. നമുക്കൊരു ലക്ഷ്യമില്ലെങ്കിൽ നമുക്ക് ജീവിതത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. എന്താണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം, ഗോൾ എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും ഒന്നും സാക്ഷാത്കരിച്ച് നമുക്ക് സംതൃപ്തി നേടാൻ ഒരിക്കലും കഴിയുകയും ഇല്ല. ചിലപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായാൽ നമുക്ക് വളരെ സന്തോഷം തോന്നും. മറ്റു ചിലപ്പോൾ ജീവിതത്തിലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാകും. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ഉറപ്പുള്ള റിയലിസ്റ്റിക്കായ ഒരു സാക്ഷാത്കാരത്തിന് അഭയം തേടേണ്ടി വരും. കാരണം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ജീവിതത്തിലെ സന്തോഷവും സന്താപവും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ അതിൽ പാനിക്കാകാതെ കുറച്ചും കൂടെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കണം. ഒരു സാക്ഷാത്കാരത്തിൽ അഭയം തേടി അത് നമ്മളെ പുറമേയുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും അഫക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള സുരക്ഷിതത്വം നൽകുന്ന ഒരു ഇടം വേണം നമ്മൾ തിരയാൻ. അത് നമുക്ക് ഭഗവാന്റെ കാൽപാദങ്ങൾ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ലോട്ടസ് ഫീറ്റിൽ മാത്രം അഭയം തേടിയാലേ നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. ഈ ലോകത്തിൽ ഒന്നും പെർമനന്റ് അല്ല. ഭഗവാന്റെ ഈ ലോകത്തിൽ ഒന്നും പെർമനന്റ് അല്ല. സുഖമായാലും ദുഃഖമായാലും അതെല്ലാം വരികയും പോവുകയും ചെയ്യും. നമ്മൾ എപ്പോഴും ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലായിരിക്കണം. ഒന്നിനെയും അമിതമായ ഒരു വികാരങ്ങൾക്കും അടിമപ്പെടാതെ ജീവിച്ചാൽ നമുക്ക് ഈ അവസ്ഥയിൽ നിന്ന് ഫ്രീ ആകാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ എത്രത്തോളം ആ ഇല്യൂഷനിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നുവോ, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നുവോ എന്നതിനെ ആശ്രയിച്ചാണ് ഇതിരിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി മാത്രം ചിന്തിച്ച് വേറൊരു പ്രശ്നത്തിലേക്ക് ചാടാതെ നമ്മൾ ആ ഉയർന്ന റിയാലിറ്റിയെ ഉൾക്കൊള്ളണം. ശരിക്കും നമ്മൾ എത്രത്തോളം നമ്മുടെ റിയൽ എക്സിസ്റ്റൻസ്, അതായത് നമ്മൾ ആരാണെന്നും എന്താണെന്നുമുള്ള ആ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് ഉൾക്കരുത്ത സമാധാനവും തീർച്ചയായിട്ടും ഉണ്ടാക്കുകയും തന്നെ ചെയ്യും. അർജുനനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആ യാഥാർത്ഥ്യം പക്ഷേ തൻ്റെ മനസ്സിൽ വേരൂന്നിയ ആഗ്രഹങ്ങൾക്കെതിരായി പ്രവർത്തിക്കാനാണ് ഇവിടെ പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ താനെ ബഹുമാനിക്കുന്ന മുതിർന്നവരോടുള്ള യുദ്ധം വല്ലാത്ത വേദനാജനകം തന്നെ ആയിരുന്നു. താൻ പൂക്കളാൽ ആരാധിക്കേണ്ടവരെ അസ്ത്രങ്ങൾ അയച്ച് മുറിപ്പെടുത്തുന്നത് അത് അർജുനെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ ഒരു അനുഭവമാണ്. ഇത്തരുണത്തില് നമുക്കൊരു ഈ ശ്ലോകത്തിന്റെ പർപ്പോട്ടിൽ ശ്രീല പ്രഭുപാദർ വളരെ വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് നോക്കാം. നമ്മുടെ സുപ്പീരിയേഴ്സിനെ, അതായത് ഗുരുജനങ്ങളെ എല്ലാം എപ്പോഴും ആദരണീയരാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അവർ ഇങ്ങോട്ട് എതിർത്താൽ പോലും തിരിച്ചടിക്കാൻ പാടില്ല എന്നും ശ്രീല പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട് പോലും നമ്മൾ ഗുരുസ്ഥാനത്തുള്ളവരെ ഹർട്ട് ചെയ്യാൻ പാടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ കറണ്ട് സിറ്റുവേഷനെ പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഈ സിറ്റുവേഷനിൽ ഇന്ന് സമൂഹത്തിൽ എന്താണ് മുതിർന്നവർക്കുള്ള സ്ഥാനം, ശരിക്കും അവരെ ഈ ഇളം തലമുറ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഇവിടെയാണ് നമുക്ക് ഈ ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ മഹാഗ്രന്ഥങ്ങളുടെ പ്രസക്തി മനസ്സിലാകുന്നത്.
നമ്മൾ ഈ കാലത്താണെങ്കിലും നമ്മുടെ മൂല്യങ്ങൾക്കും നമ്മുടെ മോറൽ വാല്യൂസിനും ഒന്നും ആരും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അതെ, നമ്മൾ വരും തലമുറയെ അതിനെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കേണ്ട ചുമതല നമുക്കുണ്ട്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും വെൽ പ്ലാൻഡ് ആയിട്ട് ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുകയും അവരെ ശരിക്കും അതിലോട്ട് കൊണ്ടുവന്ന് ആ ഒരു എന്താണ് ജീവിതത്തിന്റെ മോറൽ വാല്യൂസ് എന്നുള്ളതിനെ പറ്റി അവർക്ക് ഒരു ഐഡിയ കിട്ടത്തക്കവണ്ണം നമ്മളവരെ ചെറുതിലേ പഠിപ്പിച്ചെടുക്കേണ്ട ചുമതല നമുക്കുണ്ട്. ഇവിടെ ഭഗവാൻ കൃഷ്ണനെ നമുക്കറിയാം, ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭഗവാൻ കൃഷ്ണൻ തന്റെ പ്രിയ സുഹൃത്തിന്റെ വിഷമാവസ്ഥയിൽ ഉടൻ പരിഹാരം കാണുമെന്ന് നമുക്ക് അറിയാം. അദ്ദേഹം അർജുനന് മനസ്സിലാക്കി കൊടുക്കും താൻ യുദ്ധം ചെയ്യുന്നത് ഭീഷ്മരോടും ദ്രോണരോടുമല്ല, മറിച്ച് ധർമ്മത്തിനും ഭഗവാന്റെ ഇംഗിതത്തിനും വേണ്ടിയിട്ടാണെന്ന് ഭഗവാൻ അർജുനനെ മനസ്സിലാക്കി കൊടുക്കും. ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനായി ഒരു പ്രധാന തീരുമാനം എടുക്കേണ്ടി വന്നാൽ അത് സ്വന്തം മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ കൂടി അനിവാര്യമാണെന്ന് അർജുനൻ ഭഗവാനിൽ നിന്നും മനസ്സിലാക്കും. ഭഗവത്ഗീത പഠനം തുടരുമ്പോൾ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ ശ്രവിക്കുമ്പോൾ തന്റെ കർത്തവ്യത്തെ പറ്റി അർജുനൻ ബോധവാനായി തീരും. ഭഗവാൻ പറയുന്നത് പോലെ നമുക്ക് ആ ശ്ലോകം അറിയാലോ, മാ അനുസ്മരണ യുദ്ധച എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭഗവാനെ മനസ്സർപ്പിച്ച് അർജുനൻ അവസാനം യുദ്ധം ചെയ്യാൻ തീരുമാനമെടുക്കുകയും ചെയ്യും. ഈ ശ്ലോകത്തിലെ അർജുനന്റെ വാക്കുകളൊക്കെ സ്വന്തം ഹൃദയത്തിലെ പിരിമുറുക്കത്താലും കൺഫ്യൂഷനാലും ഒക്കെ ഉടലെടുത്തതാണ്. നമ്മുടെ ശരിക്കും സാധാരണ യാഥാർത്ഥ്യം നമ്മുടെ പ്രതീക്ഷകൾക്ക് ഒപ്പമാണെങ്കിലും മികച്ചതാണെങ്കിലും നമ്മൾ സന്തുഷ്ടരാകും. അതേസമയം യാഥാർത്ഥ്യം നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമാണെങ്കിലോ അത് നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. ശരിക്കും ഉദാഹരണത്തിന് നമുക്ക് ഒരാളെ കണ്ടിട്ട് അയാളെ നമ്മുടെ ഒരു സുഹൃത്താക്കി മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ശ്രമം ഫലിക്കുന്നില്ല. അതിന് നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സ് ശരിക്കും നമ്മുടെ ഫീലിങ്സ് ഹർട്ടാകും. നമ്മൾ വളരെ നിരാശരാകുകയും ചെയ്യും. അതുപോലെ നമ്മളെ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും നമ്മളെ വഞ്ചിക്കുകയാണെങ്കിലും ആ മുറിവിന്റെ ആഴവും വളരെ വളരെ വലുതായിരിക്കും. അർജുനനെ ഈ രൂപപ്പെടുന്ന ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് താൻ ഇത്രയും നാൾ ധരിച്ചു വെച്ചിരിക്കുന്നത് തൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായത് ചെയ്യാൻ നിർബന്ധിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടതെന്നും ഒക്കെ അർജുനന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ഈ ഒരു ഡിലമ ശരിക്കും ഓവർകം ചെയ്യാനുള്ള ശക്തി എങ്ങനെയാണ് ഭഗവാൻ അർജുനന് കൊടുക്കുന്നത്? അത് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ അർജുനനെ പഠിപ്പിക്കുന്നു. അദ്ദേഹം അർജുനനോട് പറയുന്നു, ആ ബോഡിലി പ്ലാറ്റ്ഫോമിൽ നിന്ന്, അതായത് ബോഡിലി കോൺഷ്യസിൽ നിന്ന് പുറത്തു വരാൻ ഉപദേശിക്കുന്നു. ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, നീ ഈ ശരീരമല്ല, ഒരു സോളാണെന്നും അതുപോലെ തന്നെ ഭീഷ്മരും ദ്രോണരും ഒക്കെ സോൾസ് ആണെന്നും മനസ്സിലാക്കി കൊടുക്കുന്നു. ചിലപ്പോൾ അർജുനന് ഒരു സൈഡിൽ നിന്ന് യുദ്ധം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ വിപരീത സൈഡിൽ നിന്ന് യുദ്ധം ചെയ്യേണ്ടി വരും. അതിലൊന്നും അർജുനന്റെ റോളിന് യാതൊരു പ്രാധാന്യവും ഇല്ലെന്നും ഭഗവാൻ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കുന്നു. അതെ, അർജുനന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ, നിന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ സുപ്രീം ഹോൾ ആണെന്നും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. സുപ്രീം ഹോൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണല്ലോ. അർജുനന് ആ ഹോളിന് വേണ്ടി യുദ്ധം ചെയ്യുകയാണെങ്കിൽ അത് അർജുനന് മാത്രമല്ല ഉപകാരപ്പെടുന്നത്, ശരിക്കും ആ അൾട്ടിമേറ്റ് റിസൾട്ട് അർജുനന് മാത്രമല്ല കിട്ടുന്നത്, ഭീഷ്മർക്കും ദ്രോണർക്കും കൂടിയാണെന്നും ഭഗവാനെ അർജുനനെ മനസ്സിലാക്കി കൊടുക്കുന്നു. ശരിക്കും നമ്മുടെ ജീവിതത്തിലെ സങ്കീർണ അവസ്ഥകളിലും നമ്മൾ ഇതുപോലൊക്കെ ചിന്തിക്കും, എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എന്തിനാ ഭഗവാനെ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു വിധി തന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അതുപോലെ ശരിക്കും അർജുനനാണെങ്കിലോ ഈ അവസ്ഥയിൽ, മനസ്സിന്റെ ഈ സങ്കീർണ അവസ്ഥയിൽ ശരിക്കും ആർഗ്യുമെന്റ്സ് ഒക്കെ നടത്തുകയാണ്. ഈ നമ്മൾ കണ്ടു കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം അർജുനൻ ഇങ്ങനെ ഒരുപാട് ആർഗ്യുമെന്റ്സ് നടത്തുന്നുണ്ട്. അവസാനം എന്താ സംഭവിക്കുന്നത്? അർജുനൻ ഭഗവാന് സറണ്ടർ ചെയ്യുന്നു. അത് 2.7 നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് കാതോർക്കുന്നു. നമുക്കിവിടെ ഒരു കാര്യം ചിന്തിക്കാം, എന്താണ് ഈ എതിർപ്പിൽ നിന്ന് അർജുനനെ ഹ്യൂമിലിറ്റിയിലേക്ക് നയിച്ചതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മനസ്സിലാക്കണം, ഭഗവാന് അതീന്ദ്രിയമായ ബുദ്ധിശക്തിയുണ്ട്. ഇപ്പോഴും ഭഗവാന് ഒരുപാട് പ്ലാൻസും ഉണ്ട്. നമ്മുടെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് അതൊന്നും അറിയാൻ സാധിക്കില്ല. അർജുനന്റെ ജീവിതം
നേരത്തെ തന്നെ അർജുനന്റെ ജീവിതം ധർമ്മത്തിലും ഭഗവത് ഭക്തിയിലും ഊന്നിയുള്ളത് തന്നെ ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷനിൽ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ അർജുനന് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്ന് വേണം ചോദിക്കാൻ. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിലും നമുക്ക് ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ എങ്ങനെയാണ് ഈ വിനയം സ്വായത്തമാക്കേണ്ടത് എന്ന് നോക്കാം നമുക്ക്. അത് ഭഗവത്ഗീത പഠനത്തിലൂടെയും ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയും കൃഷ്ണാവബോധം ശരിയായി ഉൾക്കൊള്ളുന്നതിലൂടെയും മാത്രമേ നമുക്ക് വിനയത്തോടു കൂടി പെരുമാറാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളെ നമ്മൾ വെറുതെ എതിർത്തത് കൊണ്ടോ സ്വയം ന്യായീകരിച്ചത് കൊണ്ടോ ഒന്നും ഒരു ഫലവും ഇല്ല. അതിന് പകരം നമ്മൾ ഭഗവാനോട് വിനീതമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കൃഷ്ണ, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്, പക്ഷേ ഭഗവാൻ അറിയാം. അങ്ങാണ് എൻ്റെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷി, ദയവ് ചെയ്ത് എന്നെ നയിച്ചാലും എന്നുള്ള ആ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മൾ ഭഗവാനിലോട്ട് അടുക്കും തോറും നമ്മുടെ മനസ്സിന്റെ നിരാശയും ആ മനസ്സിന്റെ ഇമ്പ്യൂരിറ്റീസും എല്ലാം മാറിക്കിട്ടും. നമ്മുടെ മനസ്സ് കുറെ കൂടെ ക്ലിയർ ആകും. അവിടെ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്യും. ഉള്ളിൽ നിന്നോ പുറത്തു നിന്നോ രണ്ടു തരത്തിലുമുള്ള നിർദ്ദേശങ്ങൾ ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ ബുദ്ധിയെ നമ്മൾ ആത്മീയമായി ഉയർത്തി തടസ്സങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു വഴി തുറന്നു കിട്ടുകയും ചെയ്യും. നമുക്ക് നമ്മുടെ തെറ്റുകൾ വേറൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഈഗോ ഹർട്ടാകാറുണ്ട്. നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. നമുക്കറിയാം, ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ആയുധം നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മൾ സ്വയം പ്രതിരോധിക്കും. അത് നമ്മുടെ ബുദ്ധിയൊന്നും പ്രവർത്തിക്കണമെന്നില്ല, നമ്മൾ അറിയാതെ തന്നെ അത് പെട്ടെന്ന് പിന്മാറാൻ ശ്രമിക്കും. അതേസമയം ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ ഒരു ഡോക്ടറോ നേഴ്സോ ഒക്കെ നമ്മുടെ അടുത്ത് സമീപിക്കുകയാണെങ്കിൽ നമ്മൾ അതുമായിട്ട് സഹകരിക്കത്തില്ലേ? തീർച്ചയായിട്ടും സഹകരിക്കും. അതെന്താണ്? ശരിക്ക് നമുക്കറിയാം, ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന ആ പെയിനിനേക്കാൾ വലുതാണ് അസുഖം കൊണ്ടുണ്ടാകുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകളെന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ നമ്മുടെ തെറ്റുകൾ ആരായാലും കാണിച്ചു തരുമ്പോൾ, നമ്മൾക്ക് നേരെ ആ തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ നമ്മൾ ആ തെറ്റുകളെല്ലാം തിരുത്തി ശരിക്കും നമ്മുടെ സ്പിരിച്വൽ ലൈഫ് കൂടുതൽ കൂടുതൽ കരുത്താർജിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് എന്താണ് ഈ ശ്ലോകത്തിൽ നിന്ന് കിട്ടുന്ന പാഠം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഹൃദയമാലിന്യങ്ങൾ, ഫാൾസ് പ്രൈഡ്, ഫാൾസ് ഈഗോ, പിന്നെ ദേഷ്യം എല്ലാം മാറ്റി വെച്ചിട്ട് ഭഗവാനെ നമ്മളെ അവിടെ പ്രതിഷ്ഠിക്കണം. എല്ലാം ഭഗവാന്റെ ഇംഗിതത്തിന് വിധേയമായി അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമായി നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭക്തിയുടെ സേവനം ചെയ്യണം. ശരിയായ പാതയിലൂടെ സഞ്ചരിച്ച് അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിയായ പാതയിലൂടെ സഞ്ചരിച്ച് നമുക്ക് സ്പിരിച്വൽ എൻപവർമെന്റ്, സ്പിരിച്വാലിറ്റിയിലോട്ട് മുന്നോട്ട് പോകാനുള്ള ആ പവർ കിട്ടുകയും ചെയ്യും. ഇവിടെ നമുക്ക് പ്രഹ്ലാദ മഹാരാജിന്റെ ഒരു കാര്യം നോക്കാം. പ്രഹ്ലാദ മഹാരാജിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ അച്ഛനെ നമുക്ക് നരസിംഹ ഭഗവാൻ വധിക്കുന്നത്. അത് അപ്പോൾ കൈകൂപ്പി പ്രാർത്ഥിച്ചു നിൽക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. കാരണം എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. അതുകൊണ്ട് ഒന്നും ആവശ്യപ്പെടാതെ പ്രാർത്ഥനയോടുകൂടി നിന്നു. എന്നിട്ട് വധം കഴിഞ്ഞിട്ട് ഉഗ്രകോപിയായിട്ട് നിൽക്കുന്ന ഭഗവാനെ പ്രഹ്ലാദ മഹാരാജാവ് തൻ്റെ പ്രാർത്ഥനയിലൂടെ പാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെ അതിൽ സന്തുഷ്ടനായ ഭഗവാൻ ചോദിക്കുന്നു, നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? എൻ്റെ അച്ഛൻ മെറ്റീരിയൽ ആയിട്ട്, എൻ്റെ അച്ഛനായിട്ടുള്ള ആള് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് അങ്ങ് ആ തെറ്റുകൾ പുറത്ത് അദ്ദേഹത്തിന് ലിബറേഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. അതാണ് പ്രഹ്ലാദ മഹാരാജ് ആവശ്യപ്പെടുന്ന കാര്യം. അപ്പോൾ ഭഗവാൻ പറയുന്നു, നിന്നെ പോലൊരു കുട്ടിയെ കിട്ടിയത് കൊണ്ട് തന്നെ 14 തലമുറ ജനറേഷൻ 14 ജനറേഷൻ ലിബറേറ്റഡ് ആകും എന്നാണ് പറയുന്നത്. ഇതിനെ ഒരു വൈഷ്ണവനായാലും ഒരു ഡിവോട്ടി ആയാലും തൻ്റെ ഫാമിലിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സർവീസാണ്. ശരിക്കും നമുക്ക് ഒരു ഡിവോട്ടിയോ
ഒരു വൈഷ്ണവനോ ആകാൻ സാധിച്ചാൽ നമ്മുടെ കുടുംബത്തിന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമായിരിക്കും അത്. കാരണം അയാളുമായിട്ട് ബന്ധപ്പെട്ട അയാളുടെ അച്ഛൻ, അമ്മ, അത്ര അടുപ്പമുള്ളവരെല്ലാം ലിബറേറ്റഡ് ആകുമെന്നാണ് നമുക്ക് ഈ ശാസ്ത്രങ്ങളിലൂടെ മനസ്സിലാകുന്നത്. ഒരു നല്ല ഭക്തനാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ. നമുക്കറിയാം, എവിടെ ഭഗവാനും ഭക്തനും ഉണ്ടോ അവിടെ വിജയം, അത് ഗ്ലോറീസ് എല്ലാം ഉണ്ടെന്ന് ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ ഗ്യാരണ്ടി തരുന്നുണ്ട്. ഏതാണ്? 18:78 എത്ര യോഗേശ്വരോ ഹരി എത്ര ധനുർധരാ പാർത്ത എന്നുള്ള ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകവും നമ്മളെ ശരിക്കും ഉയർന്ന അതീന്ദ്രിയ തലത്തിലേക്കാണ് എത്തിക്കുന്നത്. നമ്മൾ അത് വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. നമ്മൾ ശരിക്കും ഭഗവാനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യണം. ഭഗവാനോട് യാചിക്കണം. എന്താണ് യാചിക്കേണ്ടത്? എപ്പോഴും നമുക്ക് ഭഗവത് സ്മരണ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ഭഗവാനോട് യാചിക്കണം. ഞാൻ ഇത് പറയുമ്പോൾ കുലശേഖര ആൾവാർ എഴുതിയ മുകുന്ദമാല സ്തോത്രത്തിലെ ഒരു ശ്ലോകം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നാദേ ധാത്രി ഭോഗി ഭോഗ ശയനേ നാരായണേ മാധവേ ദേവി ദേവകീ നന്ദനീ സുരവരേ ചക്രായുധേ ശാരംഗിനി ലീലാശേഷ ജഗത് പ്രപന്ന ജഗതേ വിശ്വേശ്വരേ ശ്രീധരേ ഗോവിന്ദേ കുരുചിത്രവൃത്തം അചലം അംഗൈസ്തു കിം വർദ്ധനഃ. ഇതിലെ കുലശേഖര ആൾവാറാണെങ്കിൽ ഭഗവാന്റെ ഗ്ലോറീസിനെ പറ്റി, ഭഗവാന്റെ ആ രൂപത്തിനെ പറ്റിയൊക്കെ ഒരുപാട് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവസാനം എന്താണ് പറയുന്നത്? ഭഗവാനെ, ഗോവിന്ദ പ്ലീസ് ബ്ലെസ് അസ്. എന്തിനു വേണ്ടി? പ്ലീസ് ഗിവ് മീ ദ സ്ട്രെങ്ത് ടു തിങ്ക് ഓൾവേസ് ഓഫ് യു എന്ന് പറയുന്നത്. എപ്പോഴും ഭഗവാനെ ഓർക്കുന്നതിന് വേണ്ടി അതിനുള്ള ബ്ലെസ്സിങ്സ് എനിക്ക് തരണേ എന്നാണ് കുലശേഖര ആൾവാർ ഇവിടെ പറയുന്നത് പോലെ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ശരിക്കും ഭഗവാനെ നമ്മൾക്ക് ഒരു വീടായാൽ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, ഭഗവാനെ അതിൽ നമ്മൾ കുടിയിരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബാക്കിയുള്ള പ്രതിബന്ധങ്ങൾ ഏറെക്കുറെയൊക്കെ നമുക്കത് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. നമ്മൾ ഏത് കാര്യവും ഭഗവാനോട് യാചിക്കുകയാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവൃത്തികളും എല്ലാം ഭഗവാന്റെ ഇംഗിതത്തിന് വേണ്ടി തന്നെ ചെയ്യാൻ കഴിയുന്നത് നമ്മളെല്ലാവരും ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വരും തലമുറയ്ക്ക് ഒരു ബേസ് കിട്ടാൻ വേണ്ടി അവരെ മോറൽ വാല്യൂസും ഭഗവാന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെറുപ്പത്തിലേ തന്നെ അവരെ ആ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും വേണം. നമ്മൾ അതിനു വേണ്ടി അവർക്ക് മാതൃകയായിട്ട് പ്രവർത്തിക്കുകയും വേണം. ഇത്രയും കൊണ്ട് എൻ്റെ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഭഗവത്ഗീത കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. കറക്ഷനോ അഡീഷനോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പറയാം. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി, ആർക്കെങ്കിലും ആഡ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. കാരണം ഞാൻ വളരെ കഷ്ടമായിട്ടാണ്. കൃഷ്ണ, അതെ, എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി എല്ലാവരും ആഡ് ചെയ്യുക. മാതാജി ഹ്രസ്വമാണോ ആയിരുന്നില്ല, വളരെ നന്നായിരുന്നു മാതാജി. ആ എല്ലാ കാര്യവും മാതാജി കവർ ചെയ്ത് പറഞ്ഞു. നന്ദിയുണ്ട് മാതാജി, വളരെ നന്ദി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ധന്യവാദം. ഹരേ കൃഷ്ണ മാതാജി. നമുക്ക് രാത്രി നടക്കുന്ന ഈ ഭഗവത്ഗീത ക്ലാസ് പൊതുവെ പുതിയ ന്യൂ കമേഴ്സ് ആണ് കയറുന്നത്. ആൾറെഡി ഉള്ള ഡ്യൂട്ടീസ് എല്ലാം ഭാഗവതും ശതൻസ് എല്ലാം അതിനൊക്കെ കയറുന്നുണ്ട്. അപ്പൊ പുതിയ ആൾക്കാരായതുകൊണ്ട് അവർ സംസാരിച്ച് വരാൻ കുറച്ച് ദിവസം പിടിക്കും മാതാജി. അതുകൊണ്ടാണ് അവര് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാൻ അല്പം മുന്നോട്ട് വരാത്തത്.
കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ചോദിച്ചു തുടങ്ങുന്നു. ശരി പ്രഭു. നന്ദി മാജി, വളരെ നല്ല ക്ലാസ്സിൽ നന്ദി. ഹരേഷ്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ മാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ ക്ലോസ് ചെയ്യാമോ? ക്ലോസ് ചെയ്തേക്കട്ടെ. ആ ഓ ശരി. താങ്ക് യു മാജി. താങ്ക് ഓ യു. നല്ല ക്ലാസ് ആയിരുന്നു മാജി, നന്നായിട്ടുണ്ടായിരുന്നു. നല്ല എല്ലാ പോയിന്റ്സും മാജി കവർ ചെയ്തു. താങ്ക് യു മാജി, വളരെ നല്ലതായിരുന്നു. ഹരേ കൃഷ്ണ. ശരി. താങ്ക് യു. താങ്ക് യു. ഹരേ കൃഷ്ണ മാജി, ഹരേ കൃഷ്ണ. പ്രണാം മാജി. ഹരേ കൃഷ്ണ.